ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഡിസംബർ 16 അനനിയാസ് എന്ന വിശുദ്ധൻ്റെ തിരുനാളാണ്. അനനിയാസ് എന്ന് പറഞ്ഞാൽ ഈ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ട യഹൂദന്മാരുണ്ടായിരുന്നല്ലോ, അതിൽ 3 പേര് ഹനനിയ, മിഷായേൽ, അസറിയ. ഹനനിയ, മിഷായേൽ, അസറിയ. പക്ഷെ അവരുടെ പേര് മാറ്റി. ദാനിയേൽ ഉണ്ടായിരുന്നു. ദാനിയേലിൻ്റെ പേര് ബെൽത്ത് ഷഷാർ എന്ന് ആക്കി. ഹനനിയയ്ക്ക് ഷദ്രാക്ക് എന്ന് പേരിട്ടു. മിഷായേലിന് മെഷക്ക് എന്ന് പേരിട്ടു. അക്ഷറിയായിക്ക് അബദ്നേഗോ എന്ന് പേരിട്ടു. ഇതൊക്കെ അവിടുത്തെ ബാബിലോണിക്കാരുടെ ഭാഷയിലേക്ക് പേര് മാറ്റുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഈ 3 പേരെ, അതായത് ഈ ദാനിയേലിൻ്റെ കൂട്ടുകാരന്മാരായ 3 പേരുണ്ടല്ലോ, ആ 3 പേരെയും തീച്ചൂളയിലിട്ടു. ദാനിയേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം മുതൽ അത് കാണാം. ആ തീച്ചോളിൽ ഇട്ട ആ 3 പേരിൽ ഒരാളാണ് ഈ പറഞ്ഞ അനനിയാസ്. ഹനനിയാസ് എന്നാണ് ഹീബ്രുവിൽ ഹനനിയാസ്. ഹനനിയ, മിഷായേൽ, അസറിയ, അതായത് ഷദ്രാക്ക്, മെഷേക്ക്, അബദ്നേഗോ, അവരെ 3 പേരെയും തീച്ചോളിലിട്ടു. ആ തീച്ചോളിലിട്ട 3 പേരിൽ ഒരാളാണ് ഈ പറഞ്ഞ അനനിയാസ് അല്ലെങ്കിൽ ഹനനിയ. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ്. നമ്മൾ ആ ടെക്സ്റ്റ് മാത്രം ഞാൻ വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 10 മുതൽ. രാജാവേ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്നവരെല്ലാം വീണ് സ്വർണ്ണബിംബത്തെ സ്വീകരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവൻ എറിയുന്ന തീച്ചോളിൽ എറിയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽ വിചാരകരമായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഷദ്രക്, മെഷക്, അബദ്നേഗോ എന്നീ ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് പ്രതിഷ്ഠിച്ച സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ഷദ്രാക്ക്, മെഷക്ക്, അബദ്നേഗോ എന്നിവരെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് ചോദിച്ചു, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നേഗോ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ലെന്ന ആരോപണം നേര് തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധം വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങൾ എരിയുന്ന തീച്ചോളിയിൽ എറിയും. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ദേവൻ ആര്? മറുപടിയായി ഷദ്രാക്ക്, മെഷക്, അബദ്നേഗോ എന്നിവർ രാജാവിനോട് പറഞ്ഞു, നെബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവിടുന്ന് ഞങ്ങൾ എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഇക്കാര്യം അങ്ങ് അറിഞ്ഞാലും അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല. രാജാവ് സ്ഥാപിച്ച സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. അപ്പോൾ നെബൂഖദ്നേസർ കോപം കൊണ്ട് ജ്വലിച്ചു. ഷദ്രക്ക്, മെഷക്ക്, അബദ്നേഗോ എന്നിവരുടെ നേരെ മുഖഭാവം മാറി ചൂള 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ഷദ്രാക്ക്, മെഷക്ക്, അബദ്നേഗോ എന്നിവരെ ബന്ധിച്ച് ആളിക്കത്തുന്ന തീച്ചൊളി വലിച്ചെറിയാൻ ആജ്ഞാപിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അങ്കി, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. രാജകൽപ്പന കർശനമായിരുന്നത് കൊണ്ടും ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നത് കൊണ്ടും ഷദ്രാക്ക്, മെഷക്ക്, അബദ്നേഗോ എന്നിവരെ ചൂളയിലേക്ക് എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ഷദ്രാക്ക്, മെഷക്ക്, അബദ്നേഗോ എന്നീ 3 പുരുഷന്മാർ ബന്ധിക്കപ്പെട്ടവരായി ജ്വലിക്കുന്ന തീച്ചോളിയിൽ പതിച്ചു. അങ്ങനെയുള്ള ആ 3 പേരിൽ ഒരാളാണ് ഈ പറഞ്ഞ അനനിയാസ് അഥവാ ഹനനിയ. പിന്നെ നിങ്ങൾക്കറിയാം, അതിൻ്റെ ഗ്രീക്ക് പാഠത്തിൽ ഈ 3 പേര് തീച്ചോളിൻ്റെ നടുവിൽ കിടന്ന് പാട്ട് പാടുന്നതും നടുവശം ഒരു ഫ്രിഡ്ജ് പോലെ അല്ലെങ്കിൽ AC പോലെ ആകുന്നതും 4-ാമന് ഒരുവനെ രാജാവ് കാണുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ സത്യവിശ്വാസത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ അനനിയാസിൻ്റെ ഈ സാക്ഷ്യം. അവർ പറഞ്ഞ വാക്കുകൾ നോക്കിയേ. ഞങ്ങളുടെ ദൈവം സംരക്ഷിക്കും, വിടുവിക്കാൻ കഴിവുള്ളവനാണ്. ഇനി വിടുവിച്ചില്ലെങ്കിൽ പോലും അവനാണ് ദൈവം. ഞങ്ങൾ വിടുവിക്കും, അപകടം കൂടാതെ രക്ഷപ്പെടുത്തും എന്നതുകൊണ്ടല്ല അവൻ ദൈവമായിരിക്കണേ. അവൻ ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവമല്ലാത്ത ഒരു സംഗതിയെ ഞങ്ങൾ ആരാധിക്കില്ല. ഇതാണ് പോയിന്റ്. ദൈവമല്ലാത്ത ഒരാളുടെ മുമ്പിൽ ഞങ്ങൾ നമസ്കരിക്കില്ല. അതായത് ആരാധനയ്ക്കായി നമസ്കരിക്കില്ല, ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കില്ല. ഞങ്ങൾ
ഇല്ലേ, ഞങ്ങളുടെ ജീവിതം തന്നെ ബലിയായി കൊടുക്കുന്നത് ആ സത്യദൈവത്തിന് മാത്രമായിരിക്കും. ഇതാണ് പറഞ്ഞത്. ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചം, വിശ്വാസത്തിൻ്റെ ധീരത, വിശ്വാസത്തിൻ്റെ ചങ്കൂറ്റം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.